ബീഫ് ഫെസ്റ്റ് പ്രതിഷേധത്തിനെതിരായ നിലപാടിൽ ഉറച്ച് MSF സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫ്. SFI നടത്തുന്ന ബീഫ് ഫെസ്റ്റ് പ്രതീകാത്മകമല്ല, പ്രകോപനപരമാണ് എന്നതാണ് വിമർശനം. വിശ്വാസത്തിന്റെ ഭാഗമായി ബീഫ് കഴിക്കാത്തവരുണ്ട്, ഇവരൊന്നും RSS അല്ല. തനിക്കെതിരെ ഉയരുന്ന വിമർശനം SDP കേന്ദ്രങ്ങളിൽ നിന്നാണെന്നും CK നജാഫ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. MSF ജനറൽ സെക്രട്ടറി CK നജാഫ് മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. ഇന്നലെ SFIയുടെ ബീഫ് ഫെസ്റ്റിനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് വലിയ വിമർശനം അതിനെതിരെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ മനസാക്ഷിയും ഒരുമിച്ച് നിന്ന് പൊരുതുന്നൊരു വിഷയത്തിൽ നേരിട്ട് കൊണ്ടുപോയി ബീഫ് കൊടുത്ത് ആഘോഷാക്കേണ്ട പരിപാടികളല്ല അത് വേണ്ടത്. ക്യാമ്പസിൽ ആളുകൾക്ക് ബീഫ് വരട്ടി കൊടുത്താൽ ഈ പ്രശ്നമൊക്കെ തീരും എന്ന് പറയുമ്പോൾ അതിൽ യഥാർത്ഥത്തിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്ന ഒരു ന്യൂനപക്ഷമുണ്ട്. അത് യഥാർത്ഥത്തിൽ വിശ്വാസികളെല്ലാവരെയും കൊണ്ടുപോയി RSSന് തള്ളിയിടുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന നിലപാടിനെതിരെയാണ് ഞാൻ സംസാരിച്ചത്. സ്വാഭാവികമായും അവർ വിശ്വാസത്തിൻ്റെ ഭാഗമായി അവർ സ്വാഭാവികമായി ബീഫ് ഒഴിവാക്കുന്നവരുണ്ടാവും, ഗോമാംസം ഒഴിവാക്കുന്നവരുണ്ടാവും, മാംസഭുക്കൾ അല്ലാത്ത ആളുകളുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അവരും RSSനെതിരാണെങ്കിൽ അവർ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ലല്ലോ ഈ സമരം. ഇനി അതല്ല, ഇത് നേരത്തെ നടന്ന സമരങ്ങളെ പോലെ ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ കൊലപാതകം നടത്തിയ ഭാഗമായ സമരം അങ്ങനെയൊന്നുമല്ല. ഒരു സിനിമ നടന്നു, അതിൽ നടന്ന ഒരു സബ്ജക്റ്റിൻ്റെ ഭാഗമായി നടക്കുന്ന സമരത്തിൽ അതിനെ അഡ്രസ്സ് ചെയ്യാതെ, അതിൻ്റെ സംവിധായകരെ ചോദ്യം ചെയ്യാതെ, അവരുടെ ആശയത്തെ ചോദ്യം ചെയ്യാതെ, അവർ പറയുന്ന പ്രശ്നത്തെ ചോദ്യം ചെയ്യാതെ ഒറ്റയടിക്ക് ബീഫ് ഫെസ്റ്റ് നടത്തിയാൽ ആ പറയുന്ന കേരളത്തിൻ്റെ ഒരു മനസാക്ഷിയോടെ പൊരുതുന്ന ഒരു സാമൂഹികാവസ്ഥയെ തടയിടും. അത് പാടില്ല, അവരെ വേദനിപ്പിക്കരുത്. അത് ന്യൂനപക്ഷമായാലും ആ വിശ്വാസികളെ കൂടെ നിൽക്കേണ്ട പണി കൂടി നമ്മളെ ഉത്തരവാദിത്തത്തിലുണ്ട് എന്ന ബോധ്യത്തിലാണ് പറഞ്ഞത്. വ്യത്യസ്ത സമരം നടത്താനുള്ള ഓപ്ഷൻ ഉണ്ടെന്നിരിക്കെ അതൊക്കെ മാറ്റിവെച്ച് അവരുടെ പ്രശ്നങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യാതെ, അവർക്കുണ്ടാകുന്ന മാനസികാവസ്ഥയോ അവരുടെ സെൻസിറ്റീവ് അല്ലെങ്കിൽ ഫീലോ അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലിങ്ങോ ഒന്നും അഡ്രസ്സ് ചെയ്യാതെ ഒറ്റയടിക്ക് ഒരു സമരത്തിലേക്ക് പോകുമ്പോൾ അത് പ്രതീകാത്മകമായി കാണാൻ കഴിയില്ല, പ്രകോപനമായി കാണാൻ കഴിയുള്ളൂ. പ്രകോപനം ഉണ്ടാക്കിയല്ല ഇതിനെ നേരിടേണ്ടത്. എന്താണ് യഥാർത്ഥത്തിൽ കേരള സ്റ്റോറി 2 കൊണ്ട് അവരാഗ്രഹിക്കുന്നത്? അതേ സാഹചര്യത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകാണ്. അതല്ല വേണ്ടത്. അതിനനുസരിച്ച് ഇതല്ല കേരള സ്റ്റോറി എന്ന് പറയാൻ കഴിയുന്ന എന്തൊക്കെ ഭാഷ നമുക്കുണ്ട്. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഭാഗം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ, പാണക്കാട്ട് തലമുറയിൽ ചേർത്ത് വെച്ച് ലീഗ് രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വെച്ച പതാകയുമായി നടക്കുന്നവരാങ്ങൾ. ഞങ്ങൾക്കറിയാം ഈ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് പൊതുസമൂഹത്തിൽ എങ്ങനെയാണ് വർത്തിക്കേണ്ടതെന്ന്. ഇവിടെ സങ്കീർണത ഉണ്ടാക്കാനല്ല, സംഘർഷം ഉണ്ടാക്കാനല്ല, വൈര്യം ഉണ്ടാക്കാനല്ല, അതിൻ്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ട പണിയാണ് ഞങ്ങൾ. ബീഫ് ഫെസ്റ്റ് കേരളത്തിലെ മതേതര മനസ്സുകളെ വിഭജിക്കുന്നതാണ് എന്നുള്ളൊരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു CK നജാഫ്. തൻ്റെ പോസ്റ്റിനെതിരെ വിമർശനങ്ങളുണ്ട്, പക്ഷേ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. TK ജോമിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.